ഹലോ നമസ്കാരം, വെൽക്കം ടു ചേതന FM 90.8. പറയൂ, കേൾക്കാം, കേട്ടുകൊണ്ടിരിക്കാം. ഫേസ് ടു ഫേസിൽ കൂടെയുള്ളത് RJ അന്നമ്മ. ആൻഡ് ഇന്ന് എന്റെ കൂടെ സ്റ്റുഡിയോയിലുള്ളത് സ്കിറ്റുകളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടി പിന്നീട് അനവധി ടെലിവിഷൻ ഷോസിലൂടെയും സിനിമകളിലൂടെയും നമ്മളെ കുടുകൂടെ ചിരിപ്പിച്ച നമ്മളുടെ സ്വന്തം, എസ്പെഷ്യലി കായംകുളത്തിന്റെ സ്വകാര്യ അഹങ്കാരം രശ്മി ചേച്ചി. നമസ്കാരം. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ, പുതിയ പ്രോജക്ട്സ്? പുതിയ വിശേഷം എന്ന് വെച്ചാല് ഒരു 3-4 സിനിമ റിലീസ് ആകാനുണ്ട്. പിന്നെ സ്റ്റേജ് ഷോസ് പോകുന്നു, പിന്നെ ഫ്ലവേഴ്സിൽ പ്രോഗ്രാമുകൾ പോകുന്നു. അപ്പൊ അതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ. അതെ, ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഞാൻ പറയാൻ സമയമില്ലായിരിക്കില്ലേ? ഞാനിനി എന്തെങ്കിലും ചേച്ചി നേരിട്ട് കാണുവാണെങ്കിൽ ചോദിക്കണോന്ന് വിചാരിച്ച ഒരു ചോദ്യം ഞാൻ പറയട്ടെ. അതെന്താണ്? എന്നെ കാണുന്ന എല്ലാരും ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം അത്. ആ ഒരു ഡയലോഗിലൂടെ അങ്ങ് ഫേമസ് ആയില്ലേ? എനിക്ക് വയ്യ. ഞാൻ ശരിക്കും എനിക്ക് ഭയങ്കര ആഗ്രഹം കൊണ്ട് ഞാൻ ചോദിക്കുക, കുട്ടൻ ചേട്ടന്റെ ഫോട്ടോ വല്ലതും ഇല്ലേ? എനിക്ക് ഭയങ്കര ആഗ്രഹം. ഇത്രയൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ചേട്ടനെ ഒന്ന് കാണണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. കുട്ടൻചേട്ടനെ കൂടെ ഉണ്ട്. അയ്യോ, അതിലേക്ക് ഞാൻ വരാനിരിക്കായിരുന്നു. ഞാൻ ഇന്റർവ്യൂസ് ഒക്കെ നോക്കിയ സമയത്താണെങ്കിലും ഇപ്പോഴാണെങ്കിലും എല്ലാം ചേച്ചിയുടെ കൂട്ടത്തിൽ ഒരു ബോബനും മോളിയും പോലെ എന്നാ ഒരു കോംബോ. ഇഷ്ടപ്പെട്ടു ബോബനും മോളി. നിങ്ങൾ എന്ത് രസമാണ്. എങ്ങനെ ഫുൾ സപ്പോർട്ടാണ് ചേട്ടനല്ലേ? അനിൽ ചേട്ടൻ ചേച്ചിയുടെ ഹസ്ബൻഡ് ആണ്. അനിൽ ചേട്ടനെ പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്തായാലും പറഞ്ഞു, 2 വാക്കെങ്കിലും പറയണം. അതെ. ആദ്യം നിങ്ങൾ ഈ കാണുന്ന അനിലേട്ടനൊന്നും അല്ലായിരുന്നു. പിന്നെ ഇപ്പൊ ഇങ്ങനെ ആക്കിയെടുക്കാൻ പെട്ട പാടെ എനിക്കറിയാം. എന്തായാലും ആള് ഭയങ്കര സപ്പോർട്ടാണ്. കൂടെ തന്നെ ഫുൾ ടൈം ഇങ്ങനെ ഉണ്ടാവും. ചേച്ചി പറഞ്ഞു. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. ഒരാളിങ്ങനെ കൂടെ വരിക എന്ന് പറഞ്ഞാൽ അത് പുള്ളിയുടെ ജോലിയും എല്ലാം മാറ്റി വെച്ചിട്ടാണ് എന്റെ കൂടെ ഇങ്ങനെ നടക്കുന്നത്. അപ്പം എന്താന്ന് ചോദിച്ചാൽ ചില സമയങ്ങളിൽ ആൾക്കാർ കൊണ്ട് ഡ്രൈവറാണോ? ഞാൻ ഡ്രൈവറാ. അപ്പൊ സെക്രട്ടറി ആണോ? ആ സെക്രട്ടറി. മാനേജർ ആണോ? ആ മാനേജർ. ഹസ്ബൻഡ് ആണോ? അതെ ഹസ്ബൻഡ്. ആയിട്ട് നിൽക്കുന്ന അനിൽ ചേട്ടൻ, ചേച്ചിയുടെ സ്വന്തം കുട്ടൻ ചേട്ടൻ. അല്ല, ഇതിൽ പറഞ്ഞപ്പോ കുട്ടൻ ചേട്ടന്റെ കാര്യം പറഞ്ഞപ്പോൾ, ഈ കുട്ടൻ ചേട്ടൻ എന്ന് പറയുന്ന പേര് അല്ലാതെ അവിടെ വേറെ എന്തെങ്കിലും പേരായിരുന്നെങ്കിൽ ഏത് പേര് സജസ്റ്റ് ചെയ്യായിരുന്നു? അയ്യോടാ, കുട്ടനല്ലാതെ ഇപ്പൊ ആരാണ് ഈ പേര് കണ്ടുപിടിച്ചത്? അതൊരു സ്ക്രിപ്റ്റ്, നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർമാരായ അനീഷ് ബാലും എബ്രഹാം തച്ചേരി, അവർ രണ്ടുപേരുമാണ് ആ സ്ക്രിപ്റ്റ് കൊണ്ടുവന്നത്. അപ്പൊ അതുകൊണ്ടൊന്ന് നമ്മളെ പഠിപ്പിച്ചു, നമ്മളത് ചെയ്തു. നല്ല രസമുണ്ട്. ആ സ്ഥാനത്ത് എനിക്ക് തോന്നുന്നു വേറെ ഏത് പേര് വന്നാലും ഒരു ചിലപ്പോ പറഞ്ഞു അതൊക്കെ ഓക്കെ ആവുമായിരിക്കും. ഈ കുട്ടൻചേട്ടനെ പോലെ വേണിച്ചേട്ടന്റെ ഫോട്ടോ ഉണ്ടോന്ന് ചോദിച്ചാൽ ചിലപ്പോ ഓക്കെ ആവുമായിരിക്കും. അപ്പൊ പിന്നെ എല്ലാം ഓക്കെ ആക്കും. അപ്പൊ വേറൊരു ക്വസ്റ്റ്യൻ വരുന്നത്, നമ്മൾ ഈ കൊമേഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു വ്യക്തിയെ കരയിപ്പിക്കുക അല്ലെങ്കിൽ അവരെ ഹേർട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം. പക്ഷെ അവരെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ആണ്. പക്ഷെ കൊമേഡിയൻസിന് ഇത് കഴിയുമെന്ന് എല്ലാവരും പൊതുവെ പറയുന്നത്. അവർക്ക് ഇതൊക്കെ സിമ്പിൾ ആണെന്ന് പറയുന്നത്. ശരിക്കും അത് സിമ്പിൾ ആണോ? അതെ, സിമ്പിളാണോ എന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മളെല്ലാവരും മനസ്സ് വെച്ച് നമ്മളൊരു കാര്യം ചിരിക്കില്ല എന്ന് വാശി പിടിച്ചാൽ നമുക്ക് ചിരിക്കാതിരിക്കാം, എത്ര സമയം വേലും ചിരിക്കാതിരിക്കാം. പക്ഷെ നമുക്കൊരു സങ്കടം വന്നാൽ ഒരാൾ കരയുന്ന കണ്ട കാരണം പോലും അറിയണ്ട, ആള് കരയുന്ന കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് നിറയും. അതെ, പക്ഷെ കരയിക്കാൻ എല്ലാവർക്കും ഭയങ്കര എളുപ്പമാണ്. അല്ലെങ്കിൽ അവരുടെ മനസ്സ് വേദനിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അവർ പെട്ടെന്ന് കരയും. പക്ഷെ ചിരിക്കാൻ ഭയങ്കര പാടായിരിക്കും. പക്ഷെ അത് ചിരിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത് അതിലും വലിയ പാടാണ്. എന്തെങ്കിലും വലിയൊരു കാര്യം തന്നെയാണ്. ശരിയാണ്, നമ്മളൊക്കെ വിചാരിച്ച് നടക്കില്ല. അതൊക്കെ ഒരുപാട് പ്രാക്ടീസ്, എഫേർട്ട്, അതുപോലെ സ്ക്രിപ്റ്റിന്റെ ഒക്കെ. ഞാൻ അങ്ങനെ ഒന്നും വിചാരിക്കുന്നില്ല. എല്ലാവരും ദൈവാധീനം. നമ്മള് പറയുന്നു, എല്ലാരും ചിരിക്കുന്നു, ഞാനിവിടെ ഇരിക്കുന്നു, അതൊരു ദൈവാധീനം. എല്ലാത്തിനും ദൈവത്തിന്റെ ഒരു എല്ലാത്തിലും ഉണ്ട്. നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമ്മൾ എന്താവണം, നമ്മൾ എന്ത് ചെയ്യണം, അതെല്ലാം ദൈവം നേരത്തെ എഴുതി വെച്ചിരിക്കുന്ന. ഞാൻ പറയുന്നത് കേട്ടിട്ട് ആൾക്കാർ ചിരിക്കണമെന്ന് ദൈവം നേരത്തെ വിചാരിച്ചിരിക്കുന്ന. അല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഈ ഇങ്ങനെ ആർട്ടിസ്റ്റ് ആവില്ലായിരുന്നു. ഞാനിപ്പോ ഏതെങ്കിലും ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് അങ്ങനെ വർക്ക് ചെയ്ത് ചേച്ചി ടീച്ചർ ആയിരുന്നല്ലേ? ഈ ടീച്ചിങ് പ്രൊഫഷൻ വിട്ട് ഈ ഒരു അഭിനയ രംഗത്തേക്ക് വരാനായിട്ടുള്ള കാരണം എന്തായിരുന്നു? ഇല്ല, ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയം മുതൽ എനിക്ക് അഭിനയിക്കാനായിരുന്നു കൂടുതൽ ഇഷ്ടം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അനിലേട്ടന്റെ ആദ്യം ഞാനൊന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അനിലേട്ടന്റെ ക്യാരക്ടറിൽ അനിലേട്ടൻ ഒരിക്കലും ഈ ഒരു പ്രൊഫഷൻ നമ്മൾ ചൂസ് ചെയ്യാൻ സമ്മതിക്കില്ലായിരുന്നു. അപ്പൊ പുള്ളിക്കാരന് അതൊക്കെ ഭയങ്കര ഒരു ഇതായിരുന്നു. അഭിനയിക്കാൻ പോകണ്ടെന്ന് ആദ്യമേ നമ്മളത് പറഞ്ഞിരുന്നു. പുള്ളിക്ക് അറിയില്ലായിരുന്നു ഞാൻ അഭിനയിക്കും എന്നുള്ളത്. ഞാൻ KPSC പോയതോ നാടകത്തിൽ, അന്ന് എന്നോട് പറഞ്ഞത്, നീ നാടകത്തിന് പോയത് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ കല്യാണം കഴിക്കില്ലായിരുന്നു, അങ്ങനെ പറഞ്ഞ ആളാണ്. അതാ ഞാൻ പറഞ്ഞ മാറ്റിയെടുക്കാൻ ഞാൻ പെട്ട പാടെന്ന്. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വരുമായിരുന്നു. ഞാനൊക്കെ കണ്ടത് സ്കിറ്റുകളിലൂടെ, ഈ ടെലിവിഷൻ ഷോസിലൊക്കെയാണ് ഞാൻ കണ്ടത്. അപ്പൊ അതിന് മുമ്പ് ഈ അഭിനയം ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കാതെ വരിക. സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഉണ്ടോ?
നേരത്തെ മുതലേ കുറച്ചൊക്കെ നമ്മൾ എഴുതുമായിരുന്നു. പക്ഷെ ഇപ്പം കുറച്ച് നമ്മളങ്ങനെ കോളേജിൽ ഏതോ ഒരു നാടകകഥയെ പറ്റി ഞാൻ കേട്ടു. കോളേജിലല്ല, സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ തന്നെ നാടകം എഴുതി ഞാൻ തന്നെ മെയിൻ ക്യാരക്ടറും ചെയ്ത് കൂടെ നിന്നവരെല്ലാം വഴക്ക് പറഞ്ഞ് അഭിനയിപ്പിച്ച് വലിയൊരു കഥയായിരുന്നു. അതെ, അങ്ങനെ സ്റ്റേജിൽ കയറി തെറ്റിക്കുന്നവരെല്ലാം ഇറങ്ങി വരുമ്പോൾ ഭയങ്കര അത് ഇപ്പോഴും എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണത്. നമ്മൾ എത്ര വേണേലും നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും, നമ്മൾ അങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ നന്നാവും, ഇങ്ങനെ ചെയ്താൽ. ചിലർക്ക് ഈ സ്വതസിദ്ധമായ ഒരു കഴിവുണ്ടാവും, അവരത് ചെയ്യും. പക്ഷെ ചിലരോട് നമ്മൾ എത്ര പറഞ്ഞാലും അവർ ആ ഒരു ഇതിൽ നിന്ന് മാറത്തില്ല. പക്ഷെ നമ്മൾ സ്കിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ തന്നെ ആ ആൾ ഇങ്ങനൊരു ഡയലോഗ് പറഞ്ഞാൽ നമുക്ക് വേറൊരു ഡയലോഗ് പറയാനുണ്ടായിരുന്നല്ലോ, അതൊക്കെ നമുക്കിങ്ങനെ വരും. ഇറങ്ങുമ്പം അറിയാതെ ഷൗട്ട് ചെയ്തു പോകും. അപ്പൊ അത് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയം പോലെ നമ്മുടെ ഒരു ഇതാണ്. കൂടെ നിൽക്കുന്നവർ നമ്മുടെ കൂടെ കംഫർട്ടായിട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എത്ര വേണേലും പോകാം. ഈ ടീച്ചിങ് പ്രൊഫഷൻ വിട്ട് ഈ ഒരു അഭിനയ രംഗത്തേക്ക് വരുമ്പോൾ എന്തെങ്കിലും എതിർപ്പുകള്? ഇത് നല്ലൊരു പ്രൊഫഷൻ ആണല്ലോ ടീച്ചിങ്, അപ്പൊ അത് പൂർണ്ണമായും അവോയ്ഡ് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട്? ഇല്ല, ഞാൻ ടീച്ചറായിരിക്കുന്ന സമയത്താണ് മോനെ പ്രഗ്നന്റ് ആവുന്നത്, രണ്ടാമത്. അപ്പൊ മോനാണ് ആദ്യം അഭിനയിക്കാൻ വേണ്ടി ഒരു സീരിയലിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ അതിലൊരു ചെറിയ ക്യാരക്ടർ ഉണ്ടായിരുന്നു. അപ്പൊ അത് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നൊരു ഭിക്ഷക്കാരുടെ ക്യാരക്ടറാണ്. അപ്പൊ അത് കുഞ്ഞിനെ വേറൊരാൾ ഇങ്ങനെ കരിയൊക്കെ തേച്ച് എടുക്കുമ്പം കുഞ്ഞ് കരയല്ലോ. അപ്പൊ എം നസീർ സാറായിരുന്നു അതിന്റെ ഡയറക്ടർ. അപ്പൊ സാറാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, രശ്മി തന്നെ ആ ക്യാരക്ടർ ചെയ്യാമോ, രശ്മി നാടകമൊക്കെ അഭിനയിച്ച ആളല്ലേ. അപ്പം ഏട്ടൻ അറിഞ്ഞുകൂടാ ഞാൻ അഭിനയിക്കുന്നൊന്നും പുള്ളിക്ക് അറിയില്ല. അപ്പൊ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ്, കുഞ്ഞിന്റെ പേരിൽ ഇപ്പൊ കുഴപ്പമില്ലാതെ ഇവിടെ നിൽക്കുകയാണ്, ഇനി നീ അഭിനയിച്ചിട്ട് ഇനി പ്രശ്നം ഉണ്ടാക്കണ്ട, ഇവിടുന്ന് പറഞ്ഞു വിടേണ്ട അവസ്ഥ വരും. ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ ഒരു ദിവസത്തേക്ക് മാത്രമുള്ള ആ ക്യാരക്ടർ നമ്മുടെ ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര കയ്യടിയൊക്കെ. ഒരു ഭിക്ഷക്കാരൻ നടന്നു വരുന്ന ഇതായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ തലയൊക്കെ ചൊറിഞ്ഞ്, അപ്പൊ അത് ഇതൊന്നും ആരും നമുക്ക് പറഞ്ഞു തന്നെയല്ല. അപ്പൊ നമ്മളൊരു ഭിക്ഷക്കാരി എങ്ങനായിരിക്കും നടക്കുന്നതെന്നൊക്കെ അപ്പൊ നമ്മൾ പെട്ടെന്ന് തലയൊക്കെ ചൊറിഞ്ഞ് ഇങ്ങനെ കാണുന്നപ്പോഴത്തേക്കും എല്ലാവരും ഭയങ്കര കയ്യടി. നിങ്ങൾ നേരത്തെ അഭിനയിച്ചിട്ടുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു ഇതുപോലെ KPSC പോയിട്ടുണ്ട്, അല്ലാതെ ഈ ക്യാമറയുടെ മുന്നിലൊന്നും ഇങ്ങനെ അഭിനയിച്ചിട്ടില്ല. അത് പറഞ്ഞാൽ ആ ക്യാരക്ടർ നമുക്ക് കുറച്ചൊന്ന് വളർത്താം, എന്നിട്ടൊരു 5 ദിവസം നമുക്ക് അത് തന്നെയായിരുന്നു കണ്ടിന്യൂസ്. അങ്ങനെയാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. അതിനു മുമ്പ് ശ്രീനാരായണ ഗുരു എന്നും പറഞ്ഞൊരു സീരിയൽ ഉണ്ടായിരുന്നു. അതില് കുഞ്ഞിനെ ഗുരുദേവനായിട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പൊ അതില് അവൻ തന്നെ വേറൊരു ക്യാരക്ടറും ചട്ടമ്പിസ്വാമിയുടെ ചെറുപ്പം കൂടെ അഭിനയിച്ചു. അപ്പൊ അതില് ചട്ടമ്പിസ്വാമിയുടെ മാതാവിന്റെ ക്യാരക്ടർ ഭഗവതി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. അതൊന്നും ഇല്ല, ഡയലോഗ് ഒന്നും ഇല്ല, കുഞ്ഞിനെയും കൊണ്ട് പോകുന്നു. മുതിർന്ന ഗുരുദേവൻ വരുമ്പോ കുഞ്ഞിനെ കാണിക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ മോനാണ് എല്ലാത്തിനും അത് ഈ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇട്ട ആളിങ്ങനെ പറയുന്നുണ്ട്, ഞാനില്ലായിരുന്നെങ്കിൽ അമ്മ ഇപ്പൊ എവിടെ നിന്നേനെ. പക്ഷെ നമ്മൾ അംഗീകരിക്കില്ലല്ലോ, അത് വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. അതുപോലെ തന്നെ ചേച്ചിക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അത് പുതിയ വീട് വെച്ചപ്പോ അവാർഡ് വെക്കാൻ പ്രത്യേക ഷെൽഫ് വരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും അവാർഡ്, സ്റ്റേറ്റ്സ് അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് എപ്പോഴും നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു അവാർഡ് കാണുമല്ലോ, അതേതായിരുന്നു? എനിക്ക് ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന പ്രോഗ്രാം എന്ന് വെച്ചാൽ കോമഡി ഫെസ്റ്റിവലാണ്, റിയാലിറ്റി ഷോ ആണ് മനോരമയിൽ. അപ്പൊ ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അതിന്റെ ഒരു 2 ഷെഡ്യൂൾ മുമ്പേ ഞാൻ ആ പ്രോഗ്രാമിൽ നിന്ന് മാറിയായിരുന്നു. വേറൊരു സിനിമയുടെ വർക്ക് വന്നപ്പം അങ്ങനെ എനിക്ക് മാറേണ്ടി വന്നു. അപ്പൊ ലാസ്റ്റ് വരെ നിന്നിട്ടില്ല, നമ്മൾ ഫൈനൽ വരെ പോയില്ല. ആ ടീം ഞാൻ മാറിക്കഴിഞ്ഞ് കുറച്ചുകൂടെ പോയിട്ടുള്ളൂ, പിന്നെ അതങ്ങ് ഔട്ടായി മാറി. അപ്പം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അതിലൊരു മികച്ച നടിയുടെ അവാർഡ് നമുക്ക് തരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഞാൻ അതിൽ നിന്ന് മാറിയ ആളാണല്ലോ. പെട്ടെന്ന് അവർ വിളിച്ചിട്ട് രശ്മി വരണം, ഇന്ന് ഫംഗ്ഷൻ ഉണ്ട്, ഇന്ന് വൈകുന്നേരത്ത് രശ്മി വരണമെന്ന് പറയുമ്പോൾ ഞാൻ ആ സമയത്ത് മറിമായത്തിൽ ജോയിൻ ചെയ്തായിരുന്നു. ഫസ്റ്റ് കുറേ എപ്പിസോഡുകളുണ്ടായിരുന്നു. അപ്പോൾ മറിമായത്തിൽ മുകളിൽ ഷൂട്ട് നടക്കുന്ന സമയത്താണ് താഴെ ഈ ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വന്നു, മോനും ഏട്ടനും ഞാനും കൂടാണ് വരുന്നത്. അവിടെ വന്നിരുന്നപ്പോഴാണ് അവർ പറയുന്നത് മികച്ച ഹാസ്യതാരം രശ്മി അനിൽ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ അതൊരു 20,000 രൂപയും അവാർഡ് വരുന്നു. പക്ഷെ എനിക്ക് ആ ക്യാഷ് ഒന്നും അല്ല, നമുക്കത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഞാൻ അവിടെ നിന്ന് പോയിട്ട് നമ്മളെ വിളിച്ച്. അപ്പം ഞാൻ അത് കഴിഞ്ഞപ്പോൾ ഷോ ഡയറക്ടർ അനിൽ അയിരൂര് സാറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, എന്താണ് എനിക്കിത് തന്നേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇയാൾക്കേ അത് തരാനുള്ളൂ. അത് കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ഒരുപാട് ആർട്ടിസ്റ്റുകളില്ലേ, അപ്പൊ പിന്നെ ഞാൻ പോയ ആളല്ലേ, പിന്നെ എന്തിനാ എനിക്ക് തന്നെ. അതുപോലെ തന്നെ ഞാൻ ഇപ്പൊ വീടിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കാം. വീടെന്ന് പറയുന്ന വലിയൊരു ആഗ്രഹമായിരുന്നു, അതിനുവേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ പുതിയൊരു വീടൊക്കെ വെച്ചത്. അപ്പൊ അതുപോലെ എന്തെങ്കിലും ആഗ്രഹം ഇപ്പോഴും സീക്രട്ട് ആയിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടോ?
പറയാൻ പറ്റുമെങ്കിൽ നമ്മളോടൊന്ന് ഷെയർ ചെയ്യാം. അല്ല, എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്ന ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കണമെന്നുണ്ടായിരുന്നു. അതങ്ങ് സാധിച്ചു. നേരിലൂടെ അതങ്ങ് സാധിച്ചു. പിന്നെ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചു. അപ്പൊ ആഗ്രഹങ്ങളൊക്കെ അത്രയൊക്കെ ഉള്ളൂ. ലാലേട്ടന്റെ മമ്മൂക്കയുടെ ഒക്കെ കാര്യം പറഞ്ഞപ്പോ അവരായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അതും കൂടെ ഒന്ന്. അവരൊക്കെ നമ്മുടെ പ്രോഗ്രാമുകൾ കാണുന്നു, അവര് ചിരിക്കുന്നു എന്നൊക്കെ അറിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം. ലാലേട്ടനൊക്കെ സ്വന്തം വീട്ടിലുള്ള ഒരാളെ പോലാണ് നമ്മളെ കാണുന്നത്. അയ്യോ ഇവര് ഇങ്ങനൊക്കെ പറയുമ്പോഴത്തേക്ക് ഭയങ്കര ആർട്ടിസ്റ്റ് അല്ലേ. അപ്പൊ നമ്മളൊക്കെ എന്ത് ലാലേട്ടന്റെ മുമ്പിലൊക്കെ നമ്മളൊക്കെ ആര്. സത്യം പറഞ്ഞാൽ എനിക്കുള്ള ഫീൽ, ഞാനും എന്റെ അമ്മാമ്മയും കൂടി കോമഡി സ്റ്റാർസ് കണ്ടോണ്ടിരിക്കുന്ന ആള് എന്റെ മുന്നിൽ ഇങ്ങനെ വന്നിരിക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ച. മമ്മൂക്ക ഇതുപോലെ തന്നെയായിരുന്നു. എന്നെ കണ്ടപ്പോഴത്തേക്ക് വീട്ടിലെ വിശേഷങ്ങൾ ചോദിക്കുന്നു, എല്ലാം ഹസ്ബൻഡിനെ പരിചയപ്പെടുന്നു. അപ്പൊ ആ സമയത്ത് ഒരു 6-7 വർഷം മുമ്പാണ് മമ്മൂക്കയായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പം മമ്മൂക്ക ഇത് ഹസ്ബൻഡാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കല്യാണമൊക്കെ കഴിച്ച ആളാണോ? ഞാൻ പറയാം കുട്ടിയായിട്ട് തോന്നാ. അങ്ങനെ അവരുടെ ഒരു സ്വന്തം ആളെ പോലാണ് അവർ നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത്. വേറെ എന്തൊക്കെയുണ്ട് നമ്മളടുത്ത് ഷെയർ ചെയ്യാനായിട്ട്? വേറെ എന്തെങ്കിലും? വേറെ ഇതുപോലെ തന്നെ ഒരു ഫ്ലൈറ്റ് യാത്ര മമ്മൂക്ക മുംബൈക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഷോ, കൈരളിയുടെ ഷോയാണ്. അപ്പൊ അതിന് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ അവിടെ കണ്ടു, മമ്മൂക്ക അവിടെ ഇരിക്കുന്ന കണ്ടു. അപ്പൊ അങ്ങോട്ട് പോയി അവരെ ബുദ്ധിമുട്ടിക്കുന്ന ശരിയല്ലല്ലോ. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും വിഷസ് അതൊക്കെ അയക്കാറുണ്ട്. നമുക്ക് റിപ്ലൈയും തരാറുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ സ്വകാര്യമായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുക. നമ്മുടെ സ്വകാര്യ അഹങ്കാരമാണ് അതൊക്കെ. മമ്മൂക്ക നമുക്ക് റിപ്ലൈ ഒക്കെ തരുന്നത്. അപ്പൊ ഞാൻ അതിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കാം. അപ്പൊ ഞാൻ ഇങ്ങനെ ഫ്ലൈറ്റ് കയറാൻ നേരം എല്ലാവരും പറഞ്ഞു മമ്മൂക്ക ഉണ്ട്, ഈ ഫ്ലൈറ്റിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് കുറച്ച് മിഡിലായിട്ടായിരുന്നു. അപ്പൊ ഞാൻ ഉടനോട് മെസ്സേജ്, മമ്മൂക്ക ഈ ഫ്ലൈറ്റ് ഞാനും ഉണ്ട് കേട്ടോ, മുംബൈയിലെ പ്രോഗ്രാമിൽ ഞാനും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം പിഷാരടിയൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് മമ്മൂക്ക എവിടെ ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു. അപ്പൊ കുറച്ച് പേര് രണ്ട് പേര് വീതം പോയി. നമ്മുടെ കൂടെയുള്ള 2 പേര് അവിടെ ചെന്നു. അപ്പൊ മമ്മൂക്ക പറഞ്ഞു ഇതിനകത്ത് രശ്മി ഉണ്ടല്ലേ? അപ്പൊ പറഞ്ഞു രശ്മി ഉണ്ട്. അപ്പൊ അവർക്ക് രശ്മിയാണ്. മമ്മൂക്ക നമ്മുടെ പേരൊക്കെ എടുത്ത് ചോദിക്കുന്നത്. അവളിപ്പോ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു, അവൾ ഈ ഫ്ലൈറ്റിലുണ്ട്, അവള് മുംബൈയിൽ ഷോയ്ക്ക് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു. അപ്പൊ എന്റെ കൂടെ അത് നമ്മുടെ രശ്മി ആയിരിക്കും. അവരെല്ലാം വിചാരം ഞാനെങ്ങനെ ആർക്കും മെസ്സേജ് നമ്മുടെ രശ്മിയോ, കോമഡിയിലെ രശ്മിയോ? അതെ രശ്മി എനിക്കിപ്പോ മെസ്സേജ് അയച്ചു. അപ്പൊ ഞാൻ ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോ പിഷാരയുടെ അടുത്ത് മമ്മൂക്ക പറയാണ്, ഞാൻ പറഞ്ഞിട്ട് ഇവരാരും വിശ്വസിക്കുന്നില്ല, നീ എനിക്ക് മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞിട്ട് ഇവരാരും വിശ്വസിക്കുന്ന. എന്നിട്ട് മമ്മൂക്ക മെസ്സേജ് എടുത്ത് കാണിക്കുന്ന വിശ്വസിപ്പിക്കുന്നത് പറയാനും ആണെങ്കിൽ ഇനി ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം നിങ്ങളുടെ ജോലി കളയാൻ. ഉറപ്പായിട്ട് വരണം. ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു, ഇനി ഞങ്ങളുടെ കൂടെ എപ്പോഴാ ഒരു ഇന്റർവ്യൂ കൂടി തരാം. ക്രിസ്മസ് ഉണ്ട്, ഈസ്റ്റർ ഉണ്ട്, ന്യൂ ഇയർ ഉണ്ട്, എല്ലാത്തിനും വരണം. ശരി. അപ്പൊ ഇനി വരുന്ന സമയത്ത് ഇനി എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണം. അപ്പൊ നമുക്ക് അതൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കാം. ഇനി വരുന്ന സമയത്ത് നമുക്ക് അതെല്ലാം ഓക്കെ. നമ്മുടെ അടുത്ത് വന്നതിലും സംസാരിച്ചതിലും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. അന്നമ്മയെ കാണാൻ സാധിച്ചതിൽ എനിക്കും വലിയ സന്തോഷം. എന്റെ അമ്മമ്മ ചേച്ചിയുടെ വലിയൊരു ഫാൻ. അപ്പൊ അമ്മമ്മ ഹായ് അമ്മ. ഓക്കെ, അപ്പൊ താങ്ക് യു ചേച്ചി ഒരുപാട്. എന്റെ വകയും നമ്മുടെ ചേതന FM 90.8 വകയും ഒരുപാട് കേട്ടുകൊണ്ടിരിക്കുക. അതെ.